ഹായ്, ഇന്ന് ഞാൻ പതിവിലും വ്യത്യസ്തമായിട്ടൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എല്ലാം ഞാൻ ഷോർട്സാണ് ഇടാറുള്ളത്. അത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവില്ലേ, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനി തൊട്ട് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ വർക്കൗട്ടുകൾ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തോളൂ. ഞാനിതിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇട്ടേക്കുന്നത്, വളരെ എണ്ണം കുറച്ചൊക്കെ ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഈ നിൽക്കുന്ന പോലെ നിൽക്കുക. ഇതേപോലെ ഇത് ഞാൻ വളരെ സ്ലോയിലാണ് കാണിച്ചത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നമുക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. പിന്നെ ബാക്ക് മസിൽ ടൈറ്റാവും. അതുപോലെ കാലുകൾക്ക് നല്ലതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ ഇതിൽ എടുത്തേക്കുന്ന എല്ലാ വീഡിയോസും ഫുൾ ബോഡി വർക്കൗട്ടാണ് കേട്ടോ. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനായിട്ട് മാത്രമല്ല, ഫുൾ ബോഡിയുടെ ഇതാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഞാനൊരു 10 ടൈം വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് ബ്രീത്ത് എടുക്കാം. കാരണം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു പാടാണ്. കാരണം കൈയൊക്കെ നല്ല കഴപ്പായിരിക്കും. നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി വയ്ക്കുമ്പോൾ കൈ നല്ല കഴപ്പുണ്ടാവും. അപ്പം ഞാനിതുപോലെ 10 ടൈം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു 10 വട്ടം എടുക്കും. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്യാനുള്ള ടൈം, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ നിങ്ങൾ വീണ്ടും പുതിയതായിട്ട് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാകും നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആ എണ്ണം പോകുന്നു അറിയില്ല, നിങ്ങൾക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് 10 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഷോൾഡർ ഇവിടെയൊക്കെ നല്ലോണം കഴച്ചിറങ്ങും കേട്ടോ. നമ്മൾ കൈ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തെടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്കിലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു എണ്ണമാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ. പിന്നെ അത് നമ്മൾ ചെയ്യുന്നത് ഇതും ഞാൻ വൺ സൈഡ് ഒരു 10 ടൈം എടുക്കുന്നുണ്ട്. അതേപോലെ മറു സൈഡ് 10 ടൈം എടുക്കുന്നുണ്ട്. ഇതിൻ്റെയും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഫുൾ ബോഡി വർക്കൗട്ടാണ്. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റും കൂടെ ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. ഫുൾ ബോഡിക്ക് നല്ലതാണ്. കാരണം ഇത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ സ്വന്തം ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ ഈ കാലുകൾ ഇങ്ങനെ മുന്നോട്ട് വലിയുന്നതും ബാക്കിലോട്ട് വലിയുന്നതും ഒക്കെ അവിടുത്തെ മസിൽ ടൈറ്റാവും നന്നായിട്ട്. നമ്മുടെ നടുവിൻ്റെ അവിടെ തൊട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ ബോഡി എത്രത്തോളം ഇങ്ങനെ വളയുന്നു നിവരുന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അത്രത്തോളം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഫാറ്റൊക്കെ അറിയാം, എല്ലാവർക്കും ഫാറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇളക്കി ഉറപ്പിക്കുക ചെയ്യുന്നത്. ശരീരത്തിൽ നിന്ന് അത് ഇളക്കി പിന്നെ നമ്മളെ ശരീരം നല്ലപോലെ ഉറപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊരു 10 ടൈം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 സൈഡ് 10 അങ്ങനെ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നമ്മളൊരു ബോഡി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഈ കാല് ഇത്രയും ദൂരം വയ്ക്കുന്നത്. അപ്പോൾ ഞാനിതിൽ എങ്ങനെ വെച്ചേക്കുന്നത് അതുപോലെ വെക്കണം, അല്ലെങ്കിൽ കാല് നമുക്ക് ബാലൻസ് കിട്ടില്ല ബോഡി. അതുകൊണ്ടാണ് കേട്ടോ. ഇതും ഞാൻ പ്രത്യേകിച്ച് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഹിപ്പ് ഫാറ്റിനും ബെല്ലി ഫാറ്റിനും ഒക്കെ നല്ലതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ കൊഴുപ്പ് കംപ്ലീറ്റ് എടുത്ത് മാറാൻ നല്ലതാട്ടോ. നല്ല ഷേപ്പ് ബോഡി ആകുമ്പോൾ പെണ്ണിന് മാത്രമല്ല ആണിനും ഒക്കെ, എല്ലാ ആണുങ്ങളും ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി നല്ല ഒതുക്കിയ ഷേപ്പാക്കി വെക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ഗുണം 2 പേർക്കും നല്ല ഗുണം തന്നെയുള്ള കാര്യമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1 സൈഡ് എത്ര ചെയ്യുന്നു അത് തന്നെ മറു സൈഡ് ചെയ്യുന്നത്. ഞാനൊരു 10 ടൈം വെച്ചിട്ടാണ് എല്ലാ വർക്കൗട്ടിലും എടുത്തേക്കുന്നത്. 1 സൈഡ് 10 അങ്ങനെ, പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും എടുക്കുക, അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എല്ലാ വർക്കൗട്ടും ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട 2 ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം എടുത്തിട്ട് അതൊന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾക്കത് എണ്ണം കൂട്ടി ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഓവർ എണ്ണം ചെയ്യരുത് കേട്ടോ. നമ്മളെ ബോഡിക്ക് എല്ലാം താങ്ങുന്നതിനൊരു പരിധിയുണ്ട്. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. നമ്മളെ ബോഡിക്കൊക്കെ താങ്ങുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ എല്ലാം ഒറ്റയടിക്ക് നമുക്ക് ബോഡി നല്ല ഫിറ്റാക്കി എടുക്കുക, നല്ല ഷേപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ടും ചെയ്യരുത് കേട്ടോ. അതൊക്കെ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിലാണ്, ഇപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായി പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ എല്ലാം ഒരു 50 ടൈം, അല്ലെങ്കിൽ ചിലതൊക്കെ ഒരു 30, ചിലത് 20 അങ്ങനെയൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്കൊരു 50 ടൈം ആണെങ്കിൽ 20, 30 എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് പോകെ മാത്രമേ നമ്മളെ ബോഡി ഇങ്ങനെ ഒരു ലെവലാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ഞാൻ ഈ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും നമ്മളെ ബോഡി എത്രത്തോളം വളയുന്നു. അതൊക്കെ വെച്ചാൽ നമ്മളത്രയും നമ്മളെ ബോഡിക്ക് തന്നെയാണ് നല്ല നമ്മുടെ മസിൽ അവിടെ ടൈറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത്
ഇനി അടുത്ത് നമുക്ക് ഇടുപ്പൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ആ ഭാഗത്താണ് മെയിനായിട്ട് നമുക്ക് ആ ഒരു കൊഴുപ്പ് വന്നിട്ട് ഇങ്ങനെ അവിടെ വല്ലാണ്ട് ഒരു വണ്ണം ഉണ്ടാവുന്ന, ശരിക്കും നമ്മുടെ ശരീരഭാഗത്തിൽ കൊഴുപ്പടിഞ്ഞിട്ടാണ് നമുക്ക് വണ്ണം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതൊന്ന് കുറയ്ക്കാനായിട്ടോ നമ്മുടെ ആ ഇടുപ്പ് ഭാഗത്തെ കറക്റ്റ് ആ നടുഭാഗത്ത് ആ കൊഴുപ്പൊന്ന് മാറ്റി ഒന്ന് ഷേപ്പാക്കി എടുക്കാനാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് നോക്കൂ, കാലിത്രയും നല്ല ഞാൻ നമ്മളെ വയ്ക്കുക. എന്നിട്ട് കാല് നമ്മൾ തിരിച്ചിട്ട് വീണ്ടും കാല് പഴയ പൊസിഷനിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാട്ടോ. എങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാട്ടോ. വീഡിയോ നിങ്ങൾക്ക് നോക്കി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കിയിട്ട് വീണ്ടും കൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം സ്ലോ ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാൻ വേണ്ടി. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ സ്പീഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം തിരിയുന്നുണ്ട്, നമ്മളെ ഇടുപ്പിൻ്റെ ഭാഗം എത്രത്തോളം തിരിയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്, പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വീണ്ടും എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മളെ ആ ഇടുപ്പിൻ്റെ ഭാഗവും അതേപോലെ തന്നെ വയറിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് വലിയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അത് വലിയുന്നു. ആ വലിയുന്ന ഭാഗങ്ങളാണ് ശരിക്കും നമുക്ക് ഒതുങ്ങുന്നത്. അപ്പോൾ ഓരോ വർക്കൗട്ടിനും ഓരോ പ്രത്യേകതകളുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്കിത് നോക്കൂ, ആ ബോഡി കംപ്ലീറ്റ് ഇങ്ങനെ കാല് വരെ നമുക്കത് ഉപയോഗമുള്ളതാണ് കേട്ടോ. ആ നടുഭാഗം തിരിയുന്ന പോലെ തന്നെ നമ്മളെ കാലിനും കൂടെ ഇത് അത്രയും ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ അത്രയും അവിടുത്തെ ഒരു ടേൺ ചെയ്ത് വരുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്കിത് രാവിലെ ചെയ്യാനൊന്നും സമയമില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. വൈകുന്നേരം ഒരു 7 മണി വരെ നമുക്ക് നല്ല ടൈമാണ് നമുക്കൊരു ബോഡി വർക്കൗട്ടിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ സമയമില്ലാത്തവർ ചെയ്യണ്ട. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ആണെന്ന് വെച്ചാൽ രാവിലെ സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് 2.5 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനൊരു 7 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് 1/2 മണിക്കൂർ ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും നിങ്ങൾ സമയം മെനക്കെടണ്ട. ഞാനിപ്പോൾ ഇതിലൊരു 9 മിനിറ്റ് 10 മിനിറ്റ് അടുപ്പിച്ചേ ഉള്ളൂ. അതങ്ങ് ചെയ്താൽ മതി. എന്നാലും ഫുഡ് കഴിച്ച് 2.5 മണിക്കൂറിന് ശേഷം ചെയ്യും. നിങ്ങൾ എന്തായാലും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാൽ കുറച്ച് നേരം നിങ്ങൾ ചുമ്മാ ഇരിക്കുന്നതിന് ടൈം ഉണ്ടാവും. അപ്പോൾ ഒരു 7 മണി വരെ ടൈമുണ്ട്. എല്ലാ ദിവസവും മുടങ്ങാൻ ചെയ്തോളൂ കേട്ടോ. പിന്നെ അതേ കണക്ക് നമുക്ക് ഉപയോഗം വരുന്നതാണ്. അതിനെക്കാട്ടും കുറച്ച് നമ്മളെ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ചെയ്തില്ലേ, അതിനെക്കാട്ടും കുറച്ചുകൂടെ എഫക്റ്റായിട്ട് നമുക്ക് വരുന്നതാണ് ഇത്. കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് ഇത് ഞാനൊരു 10 ടൈം എടുക്കുന്നുണ്ട്, പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, വീണ്ടും 10 ടൈം എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ വയറിനും ഫുള്ള്. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിൽ കൂടെ തന്നെ ഇങ്ങനെ ഊതി വിടണം കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ മൂക്ക് കൂടെ ഇട്ടുന്നില്ല. നമ്മളിങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുക്കുന്നത് തന്നെ അതൊരു ശ്വാസം എടുത്ത ശേഷം വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കറക്റ്റ് എണ്ണത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കൂടെ തന്നെ ചെയ്തല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 1 മന്തൊക്കെ ആകുമ്പോഴായിരിക്കും അതിപ്പം നമ്മൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നല്ലേ, നമ്മൾ എന്ത് ചെയ്താലും അതിനങ്ങനെ ഒരു മാറ്റം സഡൻലി ഒരു മാറ്റം ആർക്കും ഉണ്ടാവില്ലല്ലോ. ഞാൻ 1 ആഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല ബോഡി ഷേപ്പാക്കി എടുക്കുന്ന അവകാശമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. പിന്നെ നമുക്കുണ്ടാകുന്ന ഈ ഒരു കഴുത്ത് വേദന, തോൾ വേദന, മുട്ടുവേദന, അതൊക്കെ നിങ്ങൾക്കൊരു മാറി വരുന്നത് നിങ്ങൾക്കൊരു 1 ആഴ്ച 2 ആഴ്ച നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. മറ്റു ദിവസം നമുക്ക് 1 മാസം ആകുമ്പോൾ നിങ്ങളുടെ ബോഡിയിലോട്ട് അതിങ്ങനെ എഫക്റ്റ് ആവുന്നതും പോകെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടായിക്കോളും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടാൻ പറ്റും. അതിനൊരു മാറ്റമല്ല കേട്ടോ, അത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, വാമപ്പ് ചെയ്യണം. വാമപ്പ് വെച്ചാൽ ഞാനതിന് ഒരു ബോഡിക്ക് ടോണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതങ്ങ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവൂ. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കുക. അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ബോഡിക്ക് ഒരു വാമപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.